എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് വലിയൊരു തെറ്റ് ചെയ്തല്ലോ, അതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ പറയുവാണ് കനികയും ഗോവിന്ദനും കൂടി നന്ദുവിനോട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ആദർശേട്ടൻ്റെ ഭാര്യയാണ് അമ്മയുടെ മോള്. ആ മോൾക്ക് ഇതൊന്നും പ്രശ്നമല്ല എങ്കിൽ നിങ്ങൾ എന്തിനാ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇതിനെപ്പറ്റി ഇരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കാം നയനയും പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്നോട് പറഞ്ഞു അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്ന്. പിന്നെ ഇപ്പം തൽക്കാലം ഇതൊന്നും തിരുത്താൻ പോകണ്ടെന്നും പറഞ്ഞു. അത് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നതെന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. നന്ദു പറഞ്ഞായിരുന്നല്ലോ ഒരു ചെറിയ പാർട്ടി നടത്തണമെന്ന്, SI ആയിട്ട് ചാർജ് എടുത്തതിൻ്റെ പേരിലുള്ള. അതിന് ചെന്നപ്പോഴായിരിക്കാം ഇതെല്ലാം പറയുന്നത്. ഏതായാലും അതിനൊക്കെ പോകുന്നതിന് മുമ്പേ നവ്യയ്ക്ക് അത്യാവശ്യം ഡോസ് കൊടുത്താണ് നമ്മുടെ ജലജ വിടുന്നത്. ജലജ നവ്യയോട് പറയുവാണ്, നീയും അനാമികയും ഒക്കെ ഇവിടെ ജീവിക്കേണ്ടവരാണ്, ഇവിടുന്ന് ഓടിപ്പോകേണ്ടത് ആദർശിൻ്റെ കുഞ്ഞ് ആ പെങ്കൊച്ചാണ്, അതിനെ ഇവിടുന്ന് ഓടിച്ചു വിടാനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്ന നവ്യയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.